Hello students, welcome to XandY Learning. Shafir sir ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞങ്ങൾ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള അഭിമാനത്തോടു കൂടി എല്ലാവരോടും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ സ്കൂൾ കുട്ടികൾക്ക് 8th 9th പഠിക്കുന്ന ഹൈസ്കൂൾ സ്റ്റുഡൻസിന് 8th 9th 10th പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്കൂളിലെ സിലബസിൻ്റെ കൂടെ തന്നെ നാഷണൽ ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ കോഴ്സ് സയൻസിലും മാത്സിലും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുറേ ബാച്ചസ് പുറത്തിറങ്ങി. അപ്പോൾ അവർ എന്ത് റിസൾട്ടാണ് അവർ അച്ചീവ് ചെയ്തത് എന്നുള്ളത് പാരൻസ് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം ഇത് ഒരു ലോങ് ടേം വിഷനോട് കൂടി ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പാരൻറ്റ് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ഒരാഴ്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ പെട്ടെന്നൊരു റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാറില്ല. അപ്പം ഇതുവരെ കഴിഞ്ഞ ഞങ്ങളുടെ റിസൾട്ടുകൾ, ഏറ്റവും ബെസ്റ്റ് റിസൾട്ടുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നൊരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ പറയാറുള്ളത് ഞങ്ങളുടെ ഹീറോസ്, XandY ലേണിങ്ങിൻ്റെ കഴിഞ്ഞൊരു 3 വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ ഹീറോസാണ് ഈ റിസൾട്ടിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ NTSE എന്ന് പറയുന്ന 10th സ്റ്റാൻഡേർഡിൽ ഒരു കുട്ടിക്ക് ആസ്പയർ ചെയ്യാവുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നാഷണൽ എക്സാമിനേഷൻ ആയിരുന്നു. അത് കറൻ്റ്ലി ടെമ്പററിലി പോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 2020 നടന്ന NTSE സ്റ്റേജ് 1 നമുക്ക് 20 കുട്ടികൾക്കും എക്സലൻറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ ആ വർഷം സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഗൈഡൻസോ പ്രിപ്പറേഷനോ ഇല്ലാത്തതുകൊണ്ട് നല്ല റിസൾട്ട് പലർക്കും കിട്ടാറില്ല. അൾട്ടിമേറ്റ്ലി സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്ത ആളുകൾക്കാണ് NTSE സ്കോളർഷിപ്പ് എമൗണ്ട് റിസീവ് ചെയ്യാം. അപ്പോൾ സ്റ്റേജ് 1 ഇവർ ഇത്രയും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളി മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു റിസൾട്ട് കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 10th കഴിഞ്ഞ് 11th ജോയിൻ ചെയ്യുമ്പം ഹൈ എമൗണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് സ്കോളർഷിപ്പുകളായിട്ട് പല കോച്ചിങ് സെൻറ്റേഴ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ള നമ്മുടെ മൈൽ സ്റ്റോൺസിലൊന്ന് 20 കുട്ടികൾക്ക് ഈ ഒരു എക്സാമിനേഷൻസിൽ ഇത്രയും അടിപൊളി മാർക്ക് കിട്ടിയത്. അതിൽ നിന്നും സ്റ്റേജ് 2 പോയിട്ട് എഴുതിയ ആളുകളിൽ നിന്നും 2 ആളുകൾ XandY ലേണിങ്ങിൻ്റെ 2 സ്റ്റുഡൻസിന് NTSE സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇവർക്ക് ഇനി കിട്ടാൻ പോകുന്നത് +1 മുതൽ സപ്പോസ് ഇവർ PhD വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാലയളവിൽ മാസാമാസം ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് കിട്ടും. ഇതിലൊരു രസകരമായ കാര്യം, ഓരോ വർഷവും 2000 കുട്ടികൾക്ക് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്ന സാഹചര്യത്തിൽ 27 പേർക്കാണ് ആ ഒരു വർഷം കേരളത്തിൽ നിന്ന് ആകെ കിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾ എഡ്യൂക്കേഷനിൽ എത്ര മുന്നിലാണ്, A+ൻ്റെ കാര്യത്തിൽ എത്ര മുന്നിലാണ്. എന്നാൽ നാഷണൽ ലെവലിലൂടെ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ വളരെ പിറകിലാണ്. അപ്പോൾ അതിൽ 2 കുട്ടികളാണ് എന്ത് ചെയ്തത്, XandY ലേണിങ്ങിൻ്റെ സ്റ്റുഡൻസ് ഇത് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. നമ്മുടെ ആദ്യത്തെ ഫൗണ്ടേഷൻ ബാച്ചിലുള്ള അമൻ റിഷാൽ, ഏറ്റവും ആദ്യം ഞങ്ങൾ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് ബിഫോർ കോവിഡ് നടത്തിയ ഫൗണ്ടേഷൻ ബാച്ചിലുള്ള അമൻ റിഷാൽ കഴിഞ്ഞ വർഷം +2ൻ്റെ കൂടെ തന്നെ JEE എക്സാം എഴുതിയിട്ട് കേരളത്തിൽ 3rd റാങ്കും 99.96% സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, കറൻ്റ്ലി അമൻ റിഷാൽ ഇപ്പോൾ എന്താണ് IIT ബോംബെയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ, ഇതാണ് നമ്മൾ ഡ്രീം ചെയ്യുന്ന റിസൾട്ടുകൾ. +2ൻ്റെ കൂടെ തന്നെ റിപ്പീറ്റിങ്ങും റിപ്പീറ്റിങ്ങും ഒന്നും പോവാതെ JEEക്കും നീറ്റും മാത്രമല്ല CUET പോലെയുള്ള എക്സാമുകളിലൊക്കെ നല്ല റിസൾട്ട് നേടിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സയൻസിലും മാത്സിലും എന്ത് ചെയ്യണം, അമൻ റിഷാലിനെ പോലെ തന്നെ നേരത്തെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മുടെ സ്കൂൾ ബോർഡ് എക്സാം റിസൾട്ടുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, CBSE 10th കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഫുൾ A1 ഹൈ പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. ഒരു ICSE സ്റ്റുഡൻ്റ് ആയിരുന്ന നമ്മുടെ ഷഹസാദ് ഫാരിസിന് 97% ആണ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സ്ട്രെങ്ത്തിൽ ഓൾമോസ്റ്റ് 70% ആളുകൾക്കും ഫുൾ A+ കിട്ടി. നമ്മുടെ SSLC എഴുതിയ നമ്മുടെ കഴിഞ്ഞ ഫൗണ്ടേഷൻ ബാച്ചിൽ SSLC രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുട്ടികളിൽ 70% ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ A+ ആണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നല്ല റിസൾട്ടുകളാണ് നമുക്ക് എവിടെയൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിന് മാത്രമല്ല സ്കൂൾ എക്സാമിനടക്കം ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. സിമിലർലി കഴിഞ്ഞൊരു 2 വർഷമായിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ JEE കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ റിസൾട്ടാണിത്. ഇത് റിപ്പീറ്റ് ചെയ്തതല്ല, അവർ ആദ്യമായിട്ട് എഴുതിയപ്പോൾ കിട്ടിയ റിസൾട്ടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ 99.04 ആണ് നമ്മുടെ ആദിലിന് പെർസെൻറ്റൈൽ കിട്ടിയത്. ഹാത്തിം ഹംസ 98.34% സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാത്തിം ഓൾറെഡി നിങ്ങൾ നേരത്തെ കണ്ടു കാണും, നമ്മുടെ എന്തിൻ്റെ സ്കോററാണ്, NTSE സ്റ്റേജ് 2 വിന്നറാണ്. എവിടെ എത്തി, നല്ല സ്കോർ JEE മെയിനിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദി കൃഷ്ണ 98.16ഉം അലീന മറിയം 98.62% സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളടക്കം ആലോചിച്ച് തലപുകയ്ക്കുകയാണ് എങ്ങനെയാണ് JEE ക്വാളിഫൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ നാഷണൽ ലെവലിൽ തന്നെ കോമ്പീറ്റ് ചെയ്യണം. അതിനുവേണ്ടി സയൻസിലും മാത്തമാറ്റിക്സിലും ആസ് ഏർലി ആസ് പോസിബിൾ ഒരു ഹൈസ്കൂൾ തൊട്ട് തന്നെ നമ്മൾ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊണ്ടുവരണം. മാത്സിലെ പല കാര്യങ്ങളും നമ്മൾ സ്ട്രോങ് ആക്കണം. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഒക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. പെട്ടെന്നൊരു ദിവസം പോയിട്ട് +1ൻ്റെയും
+2ൻ്റെ സിലബസ് ഒക്കെ കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ അഗൈൻ നിങ്ങൾക്ക് കാണാം അംന മറിയം, മുഹമ്മദ് ഫാസിൽ, അതുപോലെ തന്നെ അഫ്രീൻ അസ്ലം ആൻഡ് ഹന വകയിൽ, ഇത്രയും ആളുകളുടെ റിസൾട്ടുകളാണ് ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞൊരു 2-3 വർഷത്തെ XandY ലേണിങ്ങിൻ്റെ ഫുൾ ടീമിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഹീറോസ് എന്ന് പറയുന്നത്. ഇനിയും ഇൻക്രീസ് ചെയ്യുള്ളൂ. കാരണം നമ്മുടെ സ്ട്രെങ്ത്ത്, ഫൗണ്ടേഷൻ കോഴ്സിലെ സ്ട്രെങ്ത്ത് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അക്കാഡമിക് ഇയറിലും ഇതിനേക്കാൾ നല്ല റിസൾട്ടുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് 100% വിശ്വാസമുണ്ട്. സോ കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുള്ള നമ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ലിങ്കിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുക. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഫൈനൽ ബാച്ചുകളാണ് ഈ ജൂൺ ജൂലൈയിൽ അത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് മാത്രമല്ല, ഇതുപോലത്തെ റിസൾട്ടുകൾ സ്വപ്നം കാണുക, അതിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, താങ്ക്